നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അങ്ങനെ നമ്മൾ നമ്മുടെ ക്ലിയർ സ്കിൻ സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ക്ലിയർ സ്കിൻ സീരീസിലെ ആദ്യത്തെ വീഡിയോ. സാധാരണ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ മുഖം ഒന്ന് കഴുകുമല്ലേ. അപ്പൊ മുഖം കഴുകാൻ ചിലർ സോപ്പ് ഉപയോഗിക്കും, ചിലർ ഫേസ് വാഷ് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ഇനി മുതൽ ക്ലിയർ സ്കിൻ സീരീസിന്റെ ആദ്യത്തെ പടിയായിട്ട് സോപ്പിനും അതുപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫേസ് വാഷിനൊക്കെ പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വീട്ടിലുണ്ടാക്കിയ ഫേസ് വാഷാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫേസ് വാഷിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ മുഖത്ത് വരുന്ന പാടുകള്, ബ്രൗൺ സ്പോട്ട്സ്, ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ പിഗ്മെന്റേഷൻ, കരിമാങ്കല്യം, കരുവാളിപ്പ് ഇവയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർക്കുന്നത്. വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നാച്ചുറൽ ഫേസ് വാഷ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതുപോലെ ഓരോ സ്കിൻ ടൈപ്പുകാരും എങ്ങനെയാണ് ഈ ഒരു ഫേസ് വാഷ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ സമയത്താണ് അപ്ലൈ ചെയ്യേണ്ടത് ഒക്കെ നോക്കാം. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫേസ് വാഷ്. അപ്പൊ ആദ്യം ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കിയതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിനും അതുപോലെ ഫേസ് വാഷിനൊക്കെ പകരമായിട്ടാണ് നമ്മൾ ഇനി മുതൽ ഈ ഒരു നാച്ചുറൽ ഫേസ് വാഷ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സ്കിന്ന് നല്ല ഓയിലി ആണെങ്കിൽ നിങ്ങൾ ഈ പൊടിയുടെ കൂടെ കുറച്ച് റോസ് വാട്ടർ ചേർക്കുക, എന്നിട്ട് നമുക്ക് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാം. അല്ല നമ്മുടെ സ്കിന്ന് നല്ല ഡ്രൈ ആണെങ്കിൽ തിളപ്പിക്കാത്ത പാല് ചേർക്കാം. പിന്നെ നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി. പിന്നെ നിങ്ങളുടെ സ്കിന്നിൽ കറുത്ത പാടുകൾ, അതുപോലെ തന്നെ ബ്രൗൺ സ്പോട്ട്സ്, പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 3 തവണ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടാണല്ലോ ഈ ഒരു ഫേസ് വാഷ് കഴുകുക, മുഖം കഴുകുക. അപ്പം വെള്ളത്തിന് പകരമായിട്ട് ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് ഇതിൽ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ സ്കിന്ന് ഏജ്ഡ് ആണ്, നല്ല മെച്ചുവേർഡ് ആണ് നമ്മുടെ സ്കിന്നെങ്കിൽ, അതായത് ഒരു 35 വയസ്സിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം ഈ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോഴും. അപ്പൊ ഓരോ സ്കിൻ ടൈപ്പ് ആരും എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ. ഇനി ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പൊ ആദ്യം നമ്മുടെ മുഖം ഒന്ന് ജസ്റ്റ് നനക്കുക, എന്നിട്ട് വളരെ കുറച്ച് മാത്രം പൊടി എടുക്കുക കേട്ടോ. ഒരു നുള്ളു പൊടി മതി. ഞാൻ പൊടി എടുത്തു. അപ്പൊ ഞാനിതിപ്പോ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് പേസ്റ്റ് രൂപത്തിലാക്കുന്നത്. നമ്മൾ സാധാരണ ഫേസ് വാഷ് ഒക്കെ മുഖത്തിടാറില്ലേ, അതുപോലെ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഇൻഗ്രീഡിയൻറ്റും നന്നായിട്ട് പൊടിഞ്ഞിരിക്കണം. നമ്മുടെ പൗഡറില്ല അതുപോലെ ഫൈനായിട്ട് പൊടിച്ചിരിക്കണം നിങ്ങൾ. കാരണം നമ്മളിത് ഫേസ് വാഷ് പോലെ ഡെയിലി ഉപയോഗിക്കുന്നതാണ്. തരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആവും. കാരണം നമ്മളിത് മസാജ് ചെയ്യുമല്ലോ, അപ്പോൾ തരികൾ ഉണ്ടെങ്കിൽ സ്കിന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സ്ക്രബ് പോലെ നന്നായിട്ട് ഉരച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ ഈ ഒരു ഫേസ് വാഷ് ഇത് അടിപൊളി ഫേസ് വാഷാണ്. പെട്ടെന്ന് തന്നെ സ്കിന്നിലെ കരിവാളിപ്പും അതുപോലെ കറുത്ത പാടുകളും കരിമാങ്കല്യം ഒക്കെ മാറ്റാൻ സഹായിക്കും. നമ്മൾ സോപ്പിനും അതുപോലെ ഫേസ് വാഷ്, കെമിക്കൽ ഫേസ് വാഷിനൊക്കെ പകരമായിട്ട് ഡെയിലി ഈ ഒരു പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കുകയും ക്ലെൻസ് ആക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് കൂടിയാണിത്. നമുക്കിതൊരു 1 മിനിറ്റ് നേരം ഇതുപോലെ വെച്ചിട്ട് കഴുകണം. ഈ സമയം കൊണ്ട് നമുക്ക് ഫേസ് വാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി നന്നായിട്ട് പൊടിച്ചിരിക്കണം, നല്ല പൗഡർ പോലെ ആവണം, തരിതരി പോലെ ആവാൻ പാടില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇരട്ടി മധുരമാണ്, അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് ഓറഞ്ച് പീൽ പൗഡറാണ്, അതും 1 ടേബിൾ സ്പൂൺ തന്നെയാണ് വേണ്ടത്. പിന്നെ കസ്തൂരി മഞ്ഞൾ, അത് അര ടീസ്പൂൺ മതി. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്കിത് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കടലപ്പൊടി മാത്രമേ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഓരോ ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. മധുരവും അതുപോലെ ഓറഞ്ച് പീൽ പൗഡറൊക്കെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന പാടുകളും അതുപോലെ പിഗ്മെൻറ്റേഷനും കരുവാളിപ്പൊക്കെ ഫെയ്ഡാക്കാൻ സഹായിക്കും. അതുപോലെ പുതിയ കോശങ്ങൾ ഉണ്ടാവുമ്പോൾ നല്ല നിറമുള്ള കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മുഖം കഴുകി കഴിഞ്ഞാൽ എപ്പോഴും ജസ്റ്റ് ഒന്ന് പാറ്റ് മാത്രം ചെയ്താൽ മതി കേട്ടോ. നല്ലോണം റബ്ബ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമ്മുടെ സ്കിന്ന് നല്ലോണം ഹാർഷ് ആവും, അതുപോലെ തന്നെ റഫായി പോവും.
ഇനി നമുക്ക് നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ടോണർ അപ്ലൈ ചെയ്യാം. പോസ് ഒക്കെ ക്ലിയർ ആവാനും ഓപ്പൺ ആയ പോസ് ഒക്കെ അടയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പോസ് ടൈറ്റ് ആവാനും സഹായിക്കും. അപ്പൊ നമ്മൾ എന്താണോ ഡെയിലി ഉപയോഗിക്കാറുള്ളത് ആ ഒരു ടോണർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം മുഖം ഡ്രൈ ആണെങ്കിൽ, അതായത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഓയിലി സ്കിൻ ആണെങ്കിൽ ഡെയിലി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി കൂടുതൽ ടിപ്സ് ഇനിയുള്ള ക്ലിയർ സ്കിൻ സീരീസിൽ എന്തായാലും പറയാം. അപ്പൊ പിഗ്മെന്റേഷനും അതുപോലെ പാടുകളൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇതുപോലെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നമുക്ക് വരും വീഡിയോകളിൽ കാണാം. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് വാഷ് തന്നെയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ അത് മറ്റുള്ളവർക്കും കാണുന്നവർക്കും കൂടെ ഹെൽപ്പ് ആവും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം ക്ലിയർ സ്കിൻ സീരീസിലെ അടുത്ത വീഡിയോ ആയിട്ട്.